ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചക്കലത്തേക്ക് മീൻ കറി വയ്ക്കുവാണ്. എനിക്ക് അയില മീനാണ് ഇവിടെ കിട്ടിയത്. ഞാനൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടു. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ ഞാനതിന് വേണ്ടി പൊടികളെടുത്ത് വയ്ക്കട്ടെ. ഇതിന് ഞാൻ 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു, 1/2 സ്പൂൺ മുളക് പൊടി എടുത്തു, കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ കുരുമുളക് പൊടി ഞാൻ എടുത്തു. പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ച് ഞാൻ ഈ മസാല ഒന്ന് കുഴച്ചെടുക്കുവാണ്. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ ഇതങ്ങ് എളുപ്പം അങ്ങ് മൂത്ത് പോവും. അന്നേരം നമ്മൾ ഇച്ചിരി ഈ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചിടുവാണെങ്കിൽ അത്രയും അങ്ങോട്ട് ഇതങ്ങ് മൂത്ത് പോകത്തില്ല. അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ നല്ലപോലെ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നല്ലപോലെ ഇതിന് എണ്ണ തെളിയുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനതിനകത്ത് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നല്ലോ, അതും ഞാൻ ഇട്ടു. ഞാൻ പിന്നെ കരിവേപ്പില ഇട്ടു. ഞാനിതിനകത്ത് ചിലരൊക്കെ ഇതിനകത്ത് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ മീൻകറി വയ്ക്കുമ്പോൾ അതൊന്നും ഇടാറില്ല. അന്നേരം അത് കേടാവത്തില്ല, 2 ദിവസം 3 ദിവസമൊക്കെ ഇരുന്നോളും. ഞാനിവിടെ അയില മീനാണ് വെട്ടി കഴുകി നല്ലപോലെ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ വാരി ഇതിനകത്തിട്ട് ഇടുവാണ്. അത് നല്ലപോലെ നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് അടച്ച് വെക്കണം. നമുക്കൊരു 10 മിനിറ്റൊക്കെ മതിയല്ലോ മീൻ വേവാൻ. അടച്ച് വയ്ക്കുവാണേ. അടച്ച് വെച്ച് അത് വെന്ത് കഴിഞ്ഞ് ഇതിൻ്റെ നല്ലപോലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. മീൻകറി നല്ലപോലെ ഇതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൊതുവെ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല എരിവൊക്കെ ഉള്ള, എളുപ്പം കേടാകത്തുമില്ല. പിന്നെ ഞാൻ അവസാനം ഇതിനകത്തൊരിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. അന്നേരം നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു മീൻ ഞാനിങ്ങനെ കണ്ടിച്ച് അരപ്പൊക്കെ തേച്ച് അത് വറുത്തു. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ രാവിലെ ഉണ്ടാക്കിയായിരുന്നു, അതുകൊണ്ട് താങ്ക് യു.